എടേ നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് വായിക്കാൻ. എടാ ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ, എടാ ഇത് ഇത്രയും പൈസ മുടക്കി എന്നെ എന്തിനാണ് കൊണ്ട് വന്നത്? നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആകാശേ, ഇതൊരു റീസൺ അല്ല. നീ ഇപ്പോൾ കുഞ്ഞാണ്, നീ പഠിച്ച് നന്നായിട്ട് വന്നാലേ മേളിലോട്ട് വലിയ ജോലിയൊക്കെ കിട്ടി നിനക്ക് മേളിലോട്ട് കയറാൻ പറ്റും. അല്ല നീ ഇപ്പോഴേ ഓർമ്മയില്ലെന്ന് പറഞ്ഞു. സാറേ എനിക്ക് പഠിച്ച് വലിയ ആളെന്നാണ്ട് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഒന്നും തൊപ്പിയ പോലെ ആയാതി സാർ. എടാ അതൊന്നും കണ്ട് നമ്മൾ ഇല്ലാതാവുമ്പോൾ ഇതൊന്നും കൊണ്ട് നമുക്ക് ഭാവി മുന്നോട്ട് എത്തിക്കാൻ പറ്റില്ല. നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു വഴി അതിൽ കാണാൻ പറ്റും. സാർ അവർ പൈസ ഉണ്ടാക്കണേക്ക് നമുക്ക് കാണിച്ചു തരും. സാറേ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളെ മോന് പഠിത്തത്തിലോട്ടൊന്നും വലിയ കമ്പമില്ല. അവൻ 24 മണിക്കൂർ ഫോണിനകത്തുള്ള കാര്യം പറയാനാണ് സമയമുള്ളത്. അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യും, അവൻ ആ ഫോണിൽ നിന്നുള്ള അടിച്ചു മാറ്റിയിട്ട് പറയൂ, അപ്പോഴും ഞാൻ വരാം. ഓക്കെ സാർ, എനിക്ക് സമയമില്ല, വേറെ 2-3 സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകണ്ട. അതുകൊണ്ട് സാറിൻ്റെ മോൻ്റെ അടുത്ത് മാത്രം എനിക്ക് നിൽക്കാൻ പറ്റില്ല, കേട്ടോ സാറേ. സാറേ നിങ്ങൾ പഠിപ്പിക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ എൻ്റെ മൊബൈലിൻ്റെ അഡിക്റ്റ് ഒന്നും അല്ല. സാറേ നിങ്ങൾ ചൂടാവാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഇപ്പോൾ ഞാൻ സ്ഥിരം പഠിപ്പിക്കാൻ വരുമ്പോൾ ഇത് തന്നെയാണ് അവൻ്റെ പരിപാടി. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അങ്ങ് പഠിപ്പിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും സാറിൻ്റെ അടുത്ത് പറയാൻ സാറ് ശ്രദ്ധിക്കാതെ. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, സാറ് പോണം. അകത്തൊന്ന് പഠിക്കണ്ട, ഓരോ വള്ളിക്കെട്ട് സാറ്. ആകാശ്, നീ കളിക്കാൻ കയറത്തന്ത്രാ. നിന്നെ ഞാൻ കുറെ വട്ടം വിളിച്ചല്ല, നീ വരാത്തോണ്ടാണ് ഞാൻ അങ്ങേന്ന് ഇങ്ങനെയിട്ട് വന്നത്. എടാ പയ്യെ പറയടാ, എന്റെ അപ്പൻ വെളിയിരിപ്പുണ്ട്. ട്യൂഷൻ സാർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗെയിം കളിക്കാൻ കയറാം. അങ്കിള് വെളിയിരിക്കണം ഞാൻ കണ്ട്. നീ ഇപ്പൊ കയറോ കുറച്ച് കഴിഞ്ഞിട്ട് കയറി ഫോണിലാപ്പാ. എനിക്ക് ഫോൺ ഇപ്പൊ ഞാൻ കൊന്നു. മോനെ മക്കളെ, മോനെ